ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഇല്ലേ? ആരാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറഞ്ഞ കാര്യമില്ല, എന്നാലും ഞാൻ പറയും. ചെറുതിലുണ്ട്, വലുതിലില്ല. പക്ഷെ അവൻ വലിയവനാണ്. ഒറ്റ പേരുള്ളൂ. ചെറുപഴം. ചെറുഫുണ്ടാനൊക്കെ പറയാം. ഫണ്ടുറ. ആരാന്ന് പറഞ്ഞാ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നീ ലെറ്റർ പറ. ഫസ്റ്റ് ലെറ്റർ എനിക്കറിയില്ല. ഫസ്റ്റ് ലെറ്റർ പറ. ഫസ്റ്റ് ലെറ്റർ എസ്. Yes, you are correct. On the track. Last letter? L. Correct. Super. Wrong. Your answer is wrong. നീ ജസ്റ്റ് ചിന്തിച്ച് നോക്ക്, നമ്മുടെ കൂട്ടത്തിലെ ചെറുപഴം ഫുണ്ടാ കളിക്കുമ്പോ. Yes. I know. Last letter? How much letter he have? 6. കറക്റ്റ് ആണ്. ഞാൻ തെറ്റിന്ന് പറഞ്ഞു. മച്ചു ലുക്കാണ്. അമ്മു ഞങ്ങളുടെ ഒരു ഇരട്ടച്ചങ്ങനാണ്. ജോയല് എന്ന് പറഞ്ഞാൽ ചിക്കാണ്. അവൻ ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ്. റിലേഷൻഷിപ്പ് ഒക്കെ അങ്ങനെ വേണം. അല്ലാണ്ട് ഒരു പെണ്ണിനെ നോക്കുമ്പോ 5 പെണ്ണുങ്ങളെ നോക്കണമാരാവരുത്. ജോയലിനെ പോലെയാണോ? കമ്മിറ്റ്മെന്റ് ആണോ നീ? ട്രൂ ലവർ അല്ലേ നീ? ട്രൂ ലവർ ആണോ? അത്രേ ഉള്ളൂ. അതെ, ഞങ്ങൾ ആഷ്ലി. ഞങ്ങൾ ഇന്ന് കുമ്പസാരിച്ചൊക്കെ വന്നു. നല്ല ഫ്രെയിമാണല്ലേ? കുമ്പസാരിച്ചില്ല അമ്മ? അച്ഛനായിട്ട് ഫേസ് ടു ഫേസ് ആയിരുന്നല്ലേ അമ്മ? എനിക്ക് ചിരിയൊക്കെ വന്നു ഗൈസ്. അപ്പൊ ഞങ്ങ കുറച്ച് കണ്ട് കാണിക്കാം. ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കാൻ പോണാണ്. ആഷ്ലിയിലേക്ക് കൊടുക്കാം ഫോൺ. ആഷ്ലി അപ്പൊ ഞങ്ങ അവിടെ എത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. ഒരാളെ മീറ്റ് ചെയ്യാൻ പോണാണ്. ഇന്ന് വന്നിട്ടുണ്ട് ഉണ്ടാവും. അത് അവിടെ ചെല്ലുമ്പോഴാണ് സർപ്രൈസ് ആണ്. അത്രയുള്ള സർപ്രൈസ് ആണ്. എത്തി ഗായ്സ്. ഉണ്ട്. പക്ഷെ സർപ്രൈസിലുള്ള ആള് ഇപ്പൊ കാണിക്കൂല, കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. എത്തി. നമ്മളുടെ ഒരാള് കാണിക്കുന്നുണ്ട്. സൂപ്പർ പുറത്തൊക്കെ എന്തേലൊക്കെ അമ്മ ഒന്നും കുടിച്ചേ. ഈ സാധനം റൗണ്ട് ഒന്ന് അടിച്ചേ. മറ്റേ ഞാൻ കട്ട് ചെയ്തളയാ. നീയോ ആഷ്ലി റൗണ്ട് അടിച്ചേ. കറക്കാ പോരെ? മറ്റു ചെയ്യൂ. പറ്റൂല തിരിച്ചു പിടിച്ചു തീർത്തത്. ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഇല്ലേ? ഞാൻ സ്പെഷ്യലാ അല്ല, സർപ്രൈസ് ഉണ്ട് നമുക്ക്. ഇതുവരെ കുറെ നാളായിട്ട് കാണാത്ത ഒരാളെ നമുക്ക് കാണിക്കൂല. എടാ വേറൊരാളെ കാണിക്കൂലേ? മനസ്സിലായില്ലേ? അയാളെ കാണാനല്ലേ നമ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. സർപ്രൈസ് ആണ്. ജോല അപ്പുറത്ത് ജഗിളിയാണ്. ജോലെ സെബാട്ടോന്റെ ഒപ്പം മുട്ടാനുണ്ടാ? മുട്ടോ സെബാട്ടോന്റെ ഒപ്പം?
അവനൊന്നും എനിക്ക് അറിയില്ലടാ. പണ്ടത്തെ ലെജൻഡ് വേറുണ്ടായി ചെല്ലടാ കാലില്ലാണ്ടായി മുട്ട് 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 നിങ്ങൾ മുട്ട് ജോലെ നീ മുട്ട് സെബാട്ടോന്റെ ഒപ്പം ഞാൻ ഈ കളിക്കില്ല പണ്ട് മുട്ടിക്കഴിഞ്ഞതേ മന്തിയാണ്. സൂഫിന്ന് മന്തി ആര് കൂടുതൽ ചെകിളയാണ്. ആ ആ നടപോയി അമ്മൂന്റെ ചെകിള എടുക്കണോ? നീ 0.5 അടുത്തത് ഇവൻ ജീവിതത്തിൽ ജയിച്ചു. എടുത്തിട്ട് പോയി ആടല്ലേ പോനെ ആടല്ലേ സഫാനേ നീയൊക്കെ ഫ്രണ്ടിൽ ബ്ലറായി പോകും. വീഡിയോ വരണമല്ല ഞാൻ ഒറ്റക്കൊരു ടീം എന്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കാം. അപ്പൊ കട്ട് ചെയ്തിട്ട് Dear customers, in a week, Decathlon Kalavashiri will be closing in another 10 minutes. Kindly proceed to the cash counter for your payment. Thank you. മലയാളത്തിൽ പറഞ്ഞത്. ഹലോ ഗായ്സ്, ഞങ്ങൾ ഒരാൾക്കുള്ള സൈക്കിൾ നോക്കാൻ വേണ്ടിയതാണ്. ഏതെടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പൈസ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. എല്ലാ സാധനവും ഫിറ്റിങ് വരുമ്പോൾ 12 സംതിങ് കുഴപ്പമില്ല. 13 രൂപ കുഴപ്പമില്ല. 15 രൂപ ബഡ്ജറ്റ്. ഗിയർ മാത്രം വെച്ചിട്ട് ഡുഡിന്റെ മറ്റേ സൈക്കിൾ കയറ്റാല്ലേ? ഞാൻ കഴിയുമ്പോട്ടേ MT-യുടെ ഗിയർ തേച്ചാ പോരയില്ലേ? 60 സ്പീഡിൽ പോരാ, 100 സ്പീഡിൽ. അതെ ആ എഞ്ചിനോട് ഉരുവക്ക്. പിന്നെ നമുക്ക് എന്താണ് വിഷമായിട്ട് നടക്കാൻ വിടുവിന് ആക്സിഡന്റ് കൂടി വെച്ച് കൊടുക്കാം. അശ്വിനെ എന്തെങ്കിലും പറയാണ്ട. അതൊരു ഗുഡ് ഐഡിയ അല്ലേ? നാളെ പണി ചെയ്യാം. അവന്റെ വണ്ടി വീഡിയോ എടുക്കുന്നത് ഇപ്പൊ വ്ലോഗ് എടുത്തോണ്ടിരിക്കണ സ്റ്റേജിനാണ്. എല്ലാവരും ഇനി മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെറുപഴം ഫുണ്ടാണ്. ഡാവിനെ കാണിച്ചുതരാം. എല്ലാവരും മനസ്സിലാവും അവൻ പഴയവനല്ല, പുതിയവനാണ്. പുതിയ കൊണ്ടും കൊടുത്തും ചെറുതായും വന്നേക്കണവനാണ്. ഒരിക്കലും വലുതാവൂല അവൻ്റെ, കാരണം ചെറുതാണ് അവൻ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് വലിയൊരാളാണ്. പക്ഷെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളാണ്. മണിക്കൂർ എന്താണ് നോക്കാം. 15 രൂപ ഉണ്ട്, വെള്ളം കുപ്പി വേണ്ട, 12, 13 രൂപ ഉണ്ട്, 20 രൂപ ഉണ്ട്. ഞങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ വേണ്ട. 3 ഉണ്ട്. 100 പറയും. പൈസ ഒരു വിഷയമല്ല, പക്ഷെ 100 നമുക്ക് ഒരു വിഷയവും. 2 ബ്രേക്ക് ഒക്കെ വേണ്ട. 50 പൈസയൊക്കെ കുറേ ഉണ്ട്. ഇത് വേണ്ട, ഇത് വേണ്ട, ഇതിന്റെ പൈസ കൊടുക്കണം. സ്റ്റാൻഡ് വേണ്ട, മധുരം വെച്ചാരി വെക്കാം. സ്റ്റാൻഡൊന്നും വേണ്ട, മധുരം വെച്ചാരി വെക്കാം. എന്തിനാണ് സീറ്റ്? അവന് എണീറ്റിന് തൊട്ട് കൊടുക്കൂലേ? സീറ്റ് വേണ്ട, സീറ്റ് വേണ്ട, ബെല്ലും വേണ്ട, സൈക്കിൾ വേണ്ട, ബെല്ല് വേണ്ട. ഒന്ന് നോക്കി നോക്കി ചോട്ടി കൊടുക്കും. ബ്രേക്ക് എന്തിനാണ്? കാലുകുത്തി കൊന്നു സൈക്കിള് പറയട്ടെ. പെശകായിട്ട് അവന് നടക്കാം. നടന്നാണ്ടല്ല, പണ്ടുള്ളവര് നടന്നിട്ടല്ലേ ഇത്രയും നടക്കണേ. വെറുതെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെ പറയാവോ? അല്ല, 50 പൈസ ആവുമ്പോൾ അവന്റെ കാലിന് പവർ നടക്കണം, ഓടണം. അവനിപ്പോ നീ സൈക്കിളാകുമ്പോ ആ സമയത്ത് അവൻ നടക്കാണ്ട് ഓടും. സ്റ്റാമിന കൂടുതലാണ്. ശരിയല്ലേ? ശരിയാണ്, ശരി. അത്രേ ഉള്ളൂ. അപ്പൊ അവന് സൈക്കിൾ വേണ്ട, സൈക്കിൾ വേണ്ട. അതാണ് ഞങ്ങൾ തീരുമാനം. ഇതെല്ലാം ചുമ്മാ തമാശക്കൊണ്ടാണ്.
ഞങ്ങക്ക് പയ്യന്റെ സന്തോഷമാണ് വലുത്. അകത്തുനിന്ന് ഇറങ്ങി പോവാൻ വേണ്ടി എല്ലാം വിറ്റതല്ല. ഞങ്ങൾ ഇവിടെ ഇറങ്ങി വന്നപ്പോഴേ രണ്ടാവന്മാര് മറ്റേ സൈക്കിളും കൂടി ചവിട്ടി അകത്ത് നടക്കണ്. ഇപ്പളെ ഇറങ്ങി വന്നത് അവിടെ നിന്ന്. വരുന്നുണ്ട് കണ്ടോ. ഞങ്ങത് എല്ലാവരും ഇറങ്ങി. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി അകത്ത് നിൽക്കാണ്. ആദ്യം ഞങ്ങൾ അവന്മാർ ഇറങ്ങിയുണ്ടാവും വിചാരിച്ചു. സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, അവന്മാരകത്ത് മറ്റേ സൈക്കിളും ചവിട്ടി ഇറങ്ങുന്നു. ഞങ്ങൾ നോക്കി ഇറക്കായിരുന്നല്ലേ. ഞങ്ങൾ നോക്കിയപ്പോ ഇവിടെ നോക്കിയപ്പോ നിങ്ങൾ സൈക്കിളിൽ അങ്ങനെ നോക്കി പോകും. അപ്പൊ ഗായ്സ് ഇനി ഇതേ സർപ്രൈസിനുള്ള ടൈമാണ്. ഇതിപ്പോ അടുത്തത് പയ്യനെ കാണാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ നടൻ ആഫ്റ്റർ എ ലോങ് ടൈം മിസ് ചെയ്താ പറ്റൂ. ഒരുമിച്ച് കളിക്കണം മിസ് ചെയ്താ നമ്മൾ ആലോചിക്കാറുണ്ടായ. ഇതാണ് ഞങ്ങളുടെ ചെറുപഴം ഫുഡാണ്. ഫുഡ് 28ാമത്തെ വ്ലോഗിന് നീ തന്നെ. അപ്പൊ വ്ലോഗൊക്കെ കാണാറുണ്ടാ? വല്ലപ്പോഴും കാണും. ഹാപ്പിയാണോ? അപ്പൊ സങ്കടം വരും? വരും. സങ്കടം വരുന്നു. ഡാവ് ബാംഗ്ലൂരായിരുന്നു. വർക്കിനായിട്ടാണ് പഠിച്ചു ഇന്റർവ്യൂവിനായിട്ട്. കഴിഞ്ഞ പോയപ്പോ ഞാൻ മുടി വെട്ടി കൊടുത്തു വിട്ടാണ്. വന്നപ്പോഴും ഇത്തിരി കൂടി മാറ്റം. മറ്റേ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ മറ്റേ ശരിയാണ്ടാ. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഇവന്മാരൊക്കെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മളിപ്പോ സൂഫി മന്തിയിലാണ് പറഞ്ഞു. അത് സൂഫി മന്തിയിലാണ്. മച്ചുവിന്റെ ചെലവിനായിട്ട് ഫുഡ് കഴിക്കാൻ വന്നാണ്. അവനവന്റെ ചേട്ടനാണ്. പക്ഷെ ചേട്ടന് അത്ര ഫ്രീക്ക് കിട്ടണമെങ്കിലോ ഫ്രീക്കില്ലെന്നാ. പക്ഷേ ചിക്കുള്ളവനാണ് ഇവൻ. സിഗ്മയാണ് അല്ലേ? കപ്പിൾസാണോ? കൊടുക്കണം. ഹാമറുണ്ട്. ഞാൻ ഇന്നലത്തെ അമ്മൂന് കൊടുത്തില്ല. കപ്പിൾസാണെന്നുണ്ടെ അമ്മ കൊടുത്തായിരുന്നു. അമ്മൂന് പോണോ? കാണില്ലേ? ചെക്കൻ ലവ് യു. നാടൻ കാണണോ? പയ്യണ്ടോ? വേണോ? ഫസ്റ്റ് ഞങ്ങളുടെ വ്ലോഗിൽ കാണിക്കുന്നത് സിനിമ കാണാൻ പോയപ്പോഴാണ്. അപ്പൊ അവൻ പറഞ്ഞത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അവർ അറിഞ്ഞൂടെന്ന്. ശ്രീരാഗേ എന്താണ് വിശേഷം? പിന്നെ നല്ല വിശേഷം. ഞങ്ങളിങ്ങനെ തുടങ്ങിയതിനെപ്പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? നല്ലൊരു അഭിപ്രായം. ഞങ്ങൾ മെയിനായിട്ടാണ് ഓർമ്മകൾ പുതുക്കലാണ്. ഇപ്പൊ ഈ ഒരു വർഷങ്ങൾ കഴിഞ്ഞ് ഇത് കാണുമ്പോ ആയിരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലേ. ശരിയാണ്. എത്ര കൊല്ലം കഴിഞ്ഞാൽ യൂട്യൂബിൽ കാണും. നമ്മുടെ ഫോൺ മാറും. ഫോൺ ചീത്തയായി പോയാലും എന്ത് സാധനം യൂട്യൂബിലുണ്ടാവും. നാടൻ പഞ്ഞിണ്ടെന്ന് തോന്നുന്നു. നാടൻ പഞ്ഞിണ്ട പിന്നെ 2 ദിവസം കഴിയുമ്പോ നോക്കിക്കോളൂ. 5 കൊല്ലം കഴിയുമ്പോ കാണിക്കാം. എടാ ഞാൻ ഇങ്ങനെ ആയിരുന്നെന്ന്. നിന്റെ ലൈഫ് എങ്ങനെ പോണു? പറ. കുഴപ്പമില്ല. ക്ലാസ് ഒക്കെ എന്തിനാണെന്ന് പറയും. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കണ എന്താ പഠിച്ചോണ്ടിരിക്കണം. കഴിഞ്ഞു. ഫൈനൽ ഇയർ ആയിരുന്നു. സപ്ലീസ് ഒന്നുണ്ടോ? അത് പറഞ്ഞ 4 എടാ പയ്യന്റെ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞാണ്. ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം അവൻ എഴുതിയെടുക്കാത്തത്. അല്ലെ ഞാൻ എഴുതിയെടുത്താനെ അല്ലേ? കാരണം അവന് പഠിക്കണം. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പാസ്സായി. എഞ്ചിനീയറിംഗ് അങ്ങനെ ഇതായിട്ട് പഠിച്ചാൽ പോലും നമ്മ തറവിട്ട് പഠിക്കണം. പിന്നെ ആഷ്ലി ഹാപ്പി അല്ലേ? പിന്നെ ആസിന ഫുഡിന്റെ പൈസ അവൻ കൊടുത്തോളായിക്കോലെ. അപ്പൊ ഭയങ്കര ഹാപ്പിയോ? ഹണിച്ചില്ല അൽഫാം ഒന്നും വേണ്ട. എനിക്ക് മീൻ പഠിക്കണമെന്ന് വെച്ചാൽ മീൻ പഠിക്കണം. പക്ഷെ വീട്ടുകാരെ പഠിപ്പിക്കണല്ലോ. അതിനുള്ള അവസ്ഥകളിൽ പയ്യൻ ഭയങ്കര ഹാർഡ് വർക്കാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ കളിച്ചും ചിരിച്ചാണെന്നപ്പോഴേക്കും മറ്റു സ്വന്തമായിട്ട് എൻ്റെ ഒരു വയസ്സ് വെച്ചിട്ട് 18-ാം വയസ്സോട് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് 3 ബൈക്ക് എടുത്തിപ്പ അല്ലേ? 3 ബൈക്ക്. പിന്നെ കാർ അതിൻ്റെ ഇടയിൽ എടുത്ത്. കാറ് അപ്പനെടുത്തല്ലേ? പക്ഷെ ഫണ്ട് സിസി അടച്ചല്ലേ? പിന്നെ ചിട്ടി. പിന്നെ വീട്ടിലേക്ക് കുളിർമ അത് AC എടുത്തോ ഭയങ്കര അതാണ്. പിന്നെ എന്താന്ന് പറയാ കഥ കേൾക്കണം. ഡാവിന് ബോണസ് കയറി 35 രൂപ. മറ്റു വെച്ച് ബോണസ് ആണെന്ന്. അപ്പൊ അവനെ അങ്ങനെ പൂശി AC. അപ്പൊ എന്താണ് അടുത്ത മാസം ആകുമ്പോ സാലറിയും കയറി. പക്ഷെ ബോണസ് ആയിരുന്നില്ലത്. സാലറിയും ബോണസും കൂടി ആയിരുന്നു.
സാധാരണ സാലറിയുടെ ഇരട്ടി ബോണസ് കയറുന്നുണ്ട്. 40,000 അടുത്ത് ബോണസ് ഉണ്ടാവും വിചാരിച്ചിരുന്ന ആൾക്ക് 35 രൂപ 35 രൂപ പോട്ടെ എന്ന് വിചാരിച്ചു. സംഭവം എന്ന് പറഞ്ഞാൽ 15 അതും ബാക്കി 15 സാലറിയുമായിരുന്നു. എന്നിട്ട് ആ പൈസ ചേച്ചിട്ട് പോയി. പിന്നെ അന്ന് മുതൽ മച്ചു ഡിസംബറോടെ പണി അങ്ങ് നിർത്തി. ഇപ്പൊ എനിക്കൊരു ചിക്ക് വേണമെന്നുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡെല്ലാം കഴിച്ച് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ ഗൈസ്, നിനക്ക് ആ പ്രിയപ്പെട്ടവനെ മനസ്സിലായായിരുന്ന നേരത്തെ സർപ്രൈസ് എന്ന് പറഞ്ഞ സത്യം പറയടാ, സാമാന്ന് മനസ്സിലായായിരുന്ന? ഇത് ഞങ്ങളുടെ സാമുവിന്റെ സ്വന്തം ജോയല്. സ്വന്തം ജോയൽ എന്ന് പറയാൻ കാരണം ഒരു കപ്പിൾസ് അല്ല, ബ്രദേഴ്സ് ആണ്. റിയൽ ലവ് അല്ലേ, ഫ്രം ബ്ലഡ് റിലേഷൻ. സാമുവിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? ഇല്ല പറ. സാമു എന്താ പറയാന്നല്ല, സാമുവിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ വ്ളോഗ് ഫാമിലി ഫ്രണ്ട്ലി വ്ളോഗാണ്. ഇവിടെ വന്നിരുന്നേ ഒന്ന് പറയട്ടെ, കുറച്ച് നാളായി സാമുവിനെ അടുത്തിട്ട്. ചേട്ടനെ പറ്റി എന്താ പറയാനുള്ളത്? ജോയലിനെ പറ്റി സ്ട്രിക്റ്റ് ആണോ ചേട്ടൻ? സ്ട്രിക്റ്റ് ആണോ? എന്താണ് നിന്നെ സ്ട്രിക്റ്റ് ആക്കാൻ കാരണം? ഇതിനകത്ത് നോക്ക്, ഹാപ്പിയാണോ നിനക്ക് ഇങ്ങനെ ഒരു ചേട്ടനെ കിട്ടിയാല്? ഹാപ്പിയാണ്. അവന് നിന്നെ പറ്റി പറയാൻ വാക്കുകൾ ഇട്ടല്ല, വാക്കുണ്ടാവൂല, അത്ര ഹയ്യല്ലേ. വെട്ടെന്നാ പറയണേ. നിനക്കെന്നും നിന്റെ ചേട്ടന്റെ ഉയരാണ്. അതെ, പുതിയൊരാളെ ഉൾപ്പെടുത്തിയ നഷ്ടപ്പെടണേ. ചീരല്ലേ ചീര. അപ്പൊ ഗൈസ് പോവാ, പോകുന്നു. അമ്മ സൂഫി മന്തി കഴിച്ച് അടിപൊളിയായി എല്ലാവരും ഹാപ്പിയായി ഉറങ്ങുന്നു.